കാണിച്ചാടി ഞാൻ എന്തോ കാണിച്ചെന്ന് വിചാരിച്ചാ നിങ്ങൾ കാണിച്ചത്? എന്താ കാണിച്ചത്? വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ ആര് പറഞ്ഞു? പന്തലുകാരി വിളിക്കുന്നത്, അങ്ങോട്ട് ചെന്നേ. പന്തലുകാരി വിളിക്കുന്നത് എനിക്ക് വയ്യ, പനക്കൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് വയ്യ, എങ്ങനെ സാധിക്കുന്നെന്ന് എനിക്കറിയാൻ വയ്യ. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായി. എന്നാ കൊച്ചിനെ പറ്റി ഉള്ള വല്ല വിചാരം ഇങ്ങേർക്കുണ്ടോ? 2 ദിവസമേ കുഞ്ഞിനെ പറ്റിയുള്ള കാര്യം ചിന്തിക്കാൻ എന്നെ കൊണ്ടാവുമോ? അതിന് നിങ്ങളെ കൊണ്ട് എന്തോ ആകും? ചുമ്മാ കഴിക്കുക, ക്ഷീണം, ഉറക്കം, കഴിക്കുക, ക്ഷീണം, ഉറക്കം. ഇതല്ലാതെ നിങ്ങളെ കൊണ്ട് എന്താ സാധിക്കും? നിങ്ങളെ കൊണ്ട് എന്താ സാധിക്കുന്ന? ഞാൻ അതിന് വേണ്ടി കുഞ്ഞിന് വേണ്ടി ഞാൻ അങ്ങോട്ട് അലഞ്ഞിട്ട് ഇത്രയും വരെ ഒപ്പിച്ച് വെച്ചില്ല. അത് കൂടുതൽ തന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അയ്യ, നാണമില്ലല്ലോ പറയാനേ. അത് എന്റെ മിടുക്കൊണ്ടാ ഞാൻ ഇത്രയും ഇതുവരെ ഈ കാര്യങ്ങൾ എത്തിച്ചത്. അല്ലാതെ നിങ്ങൾക്ക് മിടുക്കൊണ്ടായിട്ടല്ല. എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത്. ആൾക്കാരെ കൺഫ്യൂഷൻ അടിപ്പിക്കാതെ കാര്യം പറയുന്നത് എന്തോന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരേ ഒരു മോടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 ദിവസമായി. അടുക്കള കാണൽ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ടോ? ചിലർ അന്നേ ദിവസം കാണും, ചിലർ പിറ്റേന്ന് കാണും. ഇങ്ങനെ ഒരു തന്തയായിട്ട് ഇയാൾക്ക് എന്തേലും ഒരു കൂസലുണ്ടോ നോക്കി. എങ്ങനെ സാധിക്കുന്നേ? നിങ്ങൾക്ക് ഇങ്ങനെ നടുവ് നിവർത്തി ചുമ്മാ കാല് നീട്ടി കിടക്കാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട്? എന്നെ ശല്യം ചെയ്ത് ഞാനിപ്പോ ഡൽഹിയിൽ ആഗ്രഹം നിൽക്കുക. ആഗ്രഹോ? താജ്മഹലിന്റെ മകുടം പോലെ കാലിന്റെ കൂടെ കാണാടി. നീ വന്ന് കണ്ടോ വന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും കിടക്കുമല്ലേ, ക്ഷീണമല്ലയോ? വല്ലതും കഴിച്ചേച്ച് കിടക്കും. ഞാൻ നല്ല ഒന്നാന്തരം കപ്പയും പുഴുങ്ങി, കാന്താരി ചമ്മന്തി, മുളകിട്ട് മീൻകറി ഉണ്ടാക്കി വെച്ചേക്കുന്നു. ചെല്ല്. പറ്റിക്കുക? അല്ല, കറി തന്നെ കൊണ്ട് ചെല്ല്. നീ പറ്റിച്ചല്ല, നീ അത് പറഞ്ഞു പറ്റിച്ചേരി. അല്ലല്ല, സത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെല്ല്. പറ്റിച്ചത് അല്ലെന്ന്. നല്ല ഒന്നാന്തരം കപ്പ, കാന്താരി ചമ്മന്തി, മുളകിട്ട മീൻകറി. ഓ, ചുമ്മാ പറഞ്ഞ കൊതി വരുന്നു. ചവിട്ട് വായിക്കാൻ കണ്ടി? ഇല്ല, എനിക്കത്തില്ല. എനിക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹം കാണാനും താജ്മഹലിന്റെ മകുടം കാണാനും. ഞാൻ എണീക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കത്തില്ല. എനിക്ക് മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം. നിങ്ങളൊരു തന്തയില്ലയോ? തന്ത മാറാനാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ? എന്തെങ്കിലും കൊടുക്കണോ? ഒരു അലമാരി, ഒരു വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണോ? നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര വിലയാണ്. ഇതൊക്കെ ഇത് ആരാണ് ഈ ചടങ്ങുണ്ടാക്കി വെച്ചേക്കുന്നത്? അടുക്കള കാണാൻ പോണെന്ന് പറഞ്ഞോണ്ട്. ആരാ ചടങ്ങെന്നോ? പെണ്ണ് കാണാൻ വന്നപ്പോ, എന്റെ മോളെ പെണ്ണ് കാണാൻ വന്നപ്പോ അവര് നയാ പൈസ വേണ്ടാന്ന് പറഞ്ഞതാ. ഇങ്ങനെ ഒറ്റ അഹങ്കാരം കൊണ്ട് അങ്ങോട്ട് കയറി പറഞ്ഞു 1 ലക്ഷം രൂപ 20 പവന് തരാന്ന്. എന്നിട്ടോ നമ്മുടെ ഒറ്റ മോളെ അവർക്ക് കുറച്ചിലും പേരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചാടി കയറി പറഞ്ഞത്. എന്നിട്ട് പൈസ എങ്ങനെ നിങ്ങൾ കൊടുത്തത്? ഞാൻ പൈസ കൊടുത്തത് നമ്മുടെ ഇവിടുത്തെ പ്രമാണം പണയം വെച്ചിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പ്രമാണം പണയം വെച്ച്. ആരോട് ചോദിച്ചിട്ട്? എന്തിനാ അങ്ങനെ ചെയ്തത്? ബാങ്കിൽ കൊണ്ട് പ്രമാണം പണയം വെക്കാത്ത ബാങ്കിൽ കൊണ്ട് ഞാൻ പ്രണാമം വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോൺ കിട്ടുമോ? ലോൺ കൊണ്ട് എന്റെ കുഞ്ഞിന് ഒരു കുറച്ചിലും വരലെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തത്. അറിയാവോ? നാണം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഊണും ഉറക്കവും ഇല്ലാതെ എനിക്ക് തന്ന വസ്തുവും വകകളുവാ നിങ്ങൾ കൊണ്ടുപോയി ബാങ്കിനകത്തോട്ട് വെച്ചത്. എന്റെ അച്ഛന്റെ പേരെന്താ? ഭാസ്കരൻ. ഊണ് ഉറക്കല്ലെങ്കിൽ ഭാസ്കരൻ എന്നല്ല തസ്കരൻ എന്ന് വേണം അവനെ വിളിക്കാൻ. അങ്ങനെ പറയുന്നത് ഊണ് ഉറക്കല്ലെങ്കിൽ മോട്ടിച്ച് കട്ടുമല്ലോ അത്രയും പൈസ ഉണ്ടാക്കിയത്. നിങ്ങൾ എന്തോ പറയുന്നത്? എന്റെ അച്ഛൻ കള്ളനാന്നോ? യോ എന്റെ ദൈവമേ, ഇതുപോലെ നല്ല തങ്കപ്പെട്ടൊരു സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. നല്ല സ്വഭാവമുള്ള ആള്, നല്ല വിവരം ബോധം ഉണ്ടോ ഇതിന്റെ അച്ഛൻ? കശുവട്ടി എടുത്ത് അടുപ്പിലിട്ടപ്പോ ചീറ്റി ഇപ്പം കുട്ടി പോകാൻ പാത്രം പറഞ്ഞിട്ട് ചാടിയല്ലേ? 4 കാലം പറഞ്ഞ് ചാടിയല്ലേ? എന്റെ കുഞ്ഞിന് എന്ത് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കല്യാണം കഴിഞ്ഞ് 2 ദിവസമായി. ഇപ്പൊ അടുക്കള കാണാൻ അങ്ങോട്ട് പോയില്ല. എന്തൊരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും. അവർക്ക് അത്ര നിർബന്ധമാണെങ്കിലേ നമ്മുടെ കൊച്ചിന്റെ അമ്മായിമോട് പറ, അടുക്കള എന്തൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ, നമുക്ക് വീട്ടിൽ അടുക്കള കാണാം. ചെലവ് ലാഭിക്കാനാണോ? ചെലവ് ലാഭിക്കാം. ഇതിന്റെ ബദൽ ഞാനൊന്നും അങ്ങോട്ട് പറയട്ടെ. നിങ്ങളെ എനിക്ക് നേരിട്ട് ചീത്ത വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാട്സാപ്പിനകത്തോട്ട് 2-3 തെറി ഞാൻ അങ്ങോട്ട് അയച്ചു തരട്ടെ. ഇല്ല. സദ്യ നടന്നുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്തോ ആ ചെറുക്കന്റെ അമ്മാവനോട് ചുമ്മാ കയറി ഉടക്കിയത്? നല്ല ഒന്നാന്തരമുള്ള മനുഷ്യൻ, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, അതായത് ഉദ്യോഗക്കാരനായിരുന്നു. ആരെന്ത് എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡൊക്കെ വെള്ളക്കാർഡ്, മഞ്ഞക്കാർഡ്, ചുമന്നാടൊക്കെ ആക്കി കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. മാജിക്കാരനല്ല, സപ്ലൈക്കോയിലെ ജീവനക്കാരനായിരുന്നു അയാൾ. ചപ്പളക്കോ ഞാൻ അടിച്ചാ പൊട്ടിക്കാനായിരുന്നു. ഞാൻ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ അവൻ എന്നോട് വന്ന് എന്നോട് ചോദിക്കുക, അളിയാ ബാക്കി എങ്ങനെയാന്ന്? ഞാൻ വലിയ ഗമേ പറഞ്ഞു. ഇനിയിപ്പോ പ്രഥമനകത്ത് ബോൾ കിട്ടി എവിടെ കപ്പലിന്റെ പ്രൊഫൈൽ കറക്കുന്ന ഒരു കൈകൊണ്ട് കറക്കിട്ട് അടിച്ചു പഠിക്കണം പറയുമ്പോൾ അയാൾ പറയാം സദ്യയുടെ കാര്യമല്ല, സ്ത്രീധനത്തിന്റെ ബാക്കി പൈസ എപ്പോഴാണ് തരുന്നതെന്ന് ചോദിച്ചു. എനിക്കങ്ങ് കളിച്ചു കയറി. ഞാനാണെങ്കിൽ ഇച്ചിരി അച്ചാറെടുത്ത് അവന്റെ കണ്ണിലും തേച്ചു, മുരിങ്ങക്കോലെടുത്ത് അവന്റെ മൂക്കിലടിച്ച് കയറ്റി, ചോറ് ഉരുട്ടി അവന്റെ വായു വെച്ച് അടച്ചിട്ട്, പപ്പടം പൊടിച്ചെടുത്ത് അവന്റെ ചെവിയിൽ അടച്ചിട്ട് അവന്റെ നെഞ്ചത്ത് എഴുതി വെച്ച് ഊണ് റെഡിയെന്ന്. അറിയോ? അങ്ങനെ ഞാൻ കൈ കൊണ്ട് കിട്ടിയത്. അന്നേരം ഞാൻ എടുത്തിട്ട് ഇലയുടെ കൊണ്ട് തേടുന്നത് അവനെ പട്ടി നോക്കി കൊന്നേനായിരുന്നു അവനെ. ഇതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അമ്മാവനോട് പറഞ്ഞത്, എന്റെ അമ്മാവൻ അന്നും കിടന്ന് ഓടുക. നിങ്ങൾക്ക് എപ്പോഴും പുച്ഛമാണല്ലോ ആ മനുഷ്യനെ. ആ കല്യാണത്തിനൊന്നും അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആ മനുഷ്യന് വയ്യായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി. കല്യാണ സദ്യയുടെ ആ സദ്യാലയത്തിന്റെ ഒരു ഷട്ടർ ഓർക്കുമ്പോൾ അമ്മാൻ അങ്ങോട്ട് ഓടും, ഇങ്ങനെ ഷട്ടർ ഓർക്കുമ്പോൾ അമ്മാൻ ഇങ്ങോട്ട് ഓടും. അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഒറ്റ ബെഞ്ചിലിരുന്ന് 3 ഇല അങ്ങനെ തിന്നു തീർത്തത്. എനിക്ക് നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന നേരമില്ല. ഞാൻ അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിൽ പോയി പാത്രത്തിന് അങ്ങനെ കൈ ഇടുവാണെങ്കിൽ ഞാൻ എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ തീക്കനെടുത്ത് ഞാൻ നിങ്ങളുടെ വയറ്റിൽ കുത്തും. ഞാൻ കുത്തും. നാരായണ ദാമോദര
ഹരിഹരാത്മജ കുമാരക്കുറുപ്പ്. സുജ, എന്റെ മരുമോള അവിടുത്തെ സുജ. ആ സുജയുടെ അമ്മാവനാ ഞാൻ. വേണു കെട്ടേക്കണ വേണു. യാതൊരു ചൂടും ചുക്രാന്തി ഇല്ലാത്തൊരു ചെറുക്കൻ. കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടാ മതിയോ? അതിനൊരുപാട് ചടങ്ങുകളില്ലേ? ഈ കൊച്ചെന്നെ വിളിച്ചു പറഞ്ഞു, കല്യാണം കഴിച്ചിട്ട് 2 ദിവസമായി അവിടെ അടുക്കള കാണാൻ പോകണം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം മോളെ, എനിക്കറിയാം, അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് മോളൊന്നും കൊണ്ട് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും അമ്മാവനേറ്റു. ഞാൻ പറഞ്ഞു അവരോട് അടുക്കളയിലെ എല്ലാ സാധനങ്ങളും മാറ്റിക്കോ, ക്ലീൻ ആക്കിയിട്ടോ. ഒരു അടുക്കളയിലേക്ക് എൻ്റെ കൊച്ചിനെ പെരുമാറാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് അവിടെ ഞാൻ എത്തിക്കും. കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഫ്രിഡ്ജ് മേടിക്കാം, പക്ഷെ അവിടെ ഫ്രിഡ്ജുണ്ട്. TV മേടിക്കാം, അതുണ്ട്. അപ്പോഴാണ് അടുക്കളയിലെ സാധനങ്ങൾ. അങ്ങനെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അരച്ച് കലക്കി പറയും, കാച്ചിക്കുറുക്കി സംസാരിക്കുന്ന ഒരു കുറിയ മനുഷ്യനാണ് ഞാൻ. അയ്യോ, അറിഞ്ഞോണ്ടല്ല, തിരിച്ചു വീക്കരുത്. ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ അവിടെ നിർത്തേണ്ടത്. ഇപ്പൊ ഞാൻ എടുക്കില്ല. ഇവൻ എന്നെ മേടിച്ചേക്കണേന്നുള്ളത് എനിക്കൊന്ന് അറിയണം. ഇവനൊന്നും മേടിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഈ സാധനം എടുത്തുകൊണ്ടിരുമ്പോ ഇവന്റെ ചമ്മ്യ മോന്ത കണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് കയ്യടിക്കണേ. ഒന്നടിച്ചേ. ഈ ഒരു കയ്യടി അവിടെ കിട്ടണേ. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവനെ നമുക്ക് ചമ്മിക്കണം. സുജേ. അയ്യോ, അമ്മാവനായിരുന്നോ? പിന്നെ നീ എന്നാ വിചാരിച്ച സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന ചേട്ടാ പാൽക്കുപ്പിയാന്നോ? അല്ല, അമ്മാവനല്ലേ എന്ന് ചോദിച്ചതാ. അമ്മാവനല്ലേ? ഈ അമ്മാവനായിട്ട് വരാനാണല്ലോ അവൻ എന്നോട് പറഞ്ഞത്. അല്ല, അമ്മാവൻ തന്നെ. ഞാൻ അത്ഭുതത്തോടൊന്ന് ചോദിച്ചു പോയത് എന്റെ പൊന്നമ്മാവ. എന്നിട്ട് നിന്റെ മുഖത്തെന്താടി ഒരു ബ്രിഞ്ചാളിപ്പ്? എങ്ങനെ ബ്രിഞ്ചാളിക്കാതിരിക്കും? ഇവിടുത്തെ ആടെ സ്വഭാവം അറിയാമല്ലോ. അനക്കം എന്ന് പറയുന്ന സാധനമില്ല അയാൾക്ക്. ഉത്തരവാദിത്വം ഇല്ലാത്തന്റെ കൂടാണവൻ. അന്നേ ഞാൻ പറഞ്ഞു, എനിക്കന്ന് ഇവനെ മാത്രം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ മോന്ത കണ്ടപ്പോ എനിക്ക് തോന്നി ഇവനെന്തോ വൈക്ലപ്പോ മാനിയ ഉണ്ട്. അതുകൊണ്ടാണ് ഇവൻ എങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം കാണിക്കണത്. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞാലും അവനത് വകവെക്കില്ല. കാരണം ഞാൻ പറയുന്ന ഈ ജീവിത വീക്ഷണത്തിന്റെ മ്യൂലച്യുതികളിൽപ്പെട്ട് ഉഴറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഘടനാ മനോഭാവം സങ്കുചിതമായിട്ട് ഇവൻ എന്നോട് സഹകരിക്കുന്നില്ല. അതാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം വന്ന് ഈ കശ്മലന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് നിന്നെ ഈ ജീവിത ചക്രത്തിൽ നിന്നും രക്ഷിക്കാനാണ് ഈ വലിയൊരു ശകടത്തിൽ ഇത്രയും ഗൃഹോപകരണ മേള ഏതെടുത്താലും 155 സാധനങ്ങളുമായിട്ട് ഞാൻ നിന്റെ മുമ്പിൽ വന്നത്. അപ്പോൾ നിന്റെ ഈ സമ്മതിദാന അവകാശം അമ്മാവിനെ രേഖപ്പെടുത്തുക. എന്തോ ഈ പറയുന്നത്? ദൈവമേ, പഞ്ചായത്ത് ഇലക്ഷൻ ഒറ്റ വോട്ടിന് തോറ്റേന്റെ ആ പ്രാന്ത് മാറിയിട്ടില്ലേ? ഒറ്റ വോട്ടല്ലേ കിട്ടിയുള്ളായിരുന്നു? അത് ഞാനല്ലേ ചെയ്ത കള്ളവോട്ട് ചെയ്തത്. അതിനെ കള്ളവോട്ട് ചെയ്തത്? എനിക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് വിശ്വസിക്കണുള്ളാന്ന്. വേണു ഏട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ വരത്തില്ല. അതെന്തുവാ? നീ വേലക്കാരെ വിളിക്കുന്ന പോലെ എന്നെ വിളിച്ചേ. പട്ടിയാട്ടനോട് ഞാൻ വിളിക്കണോ? ഇങ്ങോട്ട് വരാന്. ആരാ വന്നു നോക്കാന്? സംസാരിക്കുന്നു സോഫ സെറ്റ് എപ്പോ വന്നു? അമ്മാവൻ വന്നിട്ട് 68 കൊല്ലം എന്ന് പറയാൻ വരുമായിരിക്കും. 3 മിനിറ്റ് ആയുള്ളൂ. പോടാ, നീ ഇതടിക്കൂന്ന് എനിക്കറിയാം. എന്റെ പൊന്നമ്മാവ അതും ഇതും പറഞ്ഞോണ്ടിരിക്കാതെ കൊച്ചിന്റെ കാര്യം എന്തെങ്കിലും സംസാരിക്കാൻ നോക്ക്. കല്യാണമോ എങ്ങനെങ്കിലും ഒക്കെ നടത്തി. കല്യാണത്തിന്റെ അന്ന് ഇയാളെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? കല്യാണം എങ്ങനെയാ നടത്തിയെന്നോ? ഇവ കല്യാണത്തിന്റെ അന്ന് എന്തായിരുന്നു ഇവന്റെ കോലം? എന്താ കാണിച്ചത്? അമ്മാവൻ കല്യാണത്തിന് എന്താ കാണിച്ചെന്നോ? നിങ്ങൾ കള്ളും കുടിച്ചിട്ട് കയ്യിൽ പോലും ഇല്ലാതെ ആ വാഴത്തോട്ടത്തിൽ കിടന്നപ്പം അമ്മാവൻ ആ കൊച്ചിന്റെ കൈ പിടിച്ചു കൊടുത്തത്. പെണ്ണിന്റെ അച്ഛന്റെ കൈ പിടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ നിനക്ക് കയ്യിലില്ലാണ്ട് അവിടെ കിടക്കുമല്ലായിരുന്നു. എനിക്കെല്ലാ ആചാരങ്ങളും മര്യാദകളും ഒക്കെ അറിയാം. നിങ്ങൾ മാറിയിരുന്നു. നേരെ 2 കൈയും വെച്ചു. അപ്പൊ കരയോഗം പ്രസിഡന്റ് എന്നാ പറഞ്ഞെന്നറിയാമോ? ഈ പെണ്ണിന്റെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ ദാമോദര നാരായണായ നരസിംഹായ പേരിനായിരുന്നു. നേരത്തെ തന്നെ തന്നല്ലേ പറഞ്ഞു. അങ്ങോട്ട് പറയങ്ങോട്ട്. ഉടുപ്പിനേട്ടം മാത്രം കൈ പിടിച്ച് കൊടുത്താൽ മതിയെന്ന് പേര് പറഞ്ഞാൽ ഭജൻസ് പാടിയതാണ്. വലിയ മിടുക്കണമെന്നല്ലോ കല്യാണം നടത്താൻ. കരയോഗത്തിന്റെ വലിയ ആളാന്നല്ലോ. നിങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു. അവളെന്തിയെ? വിജയലക്ഷ്മി. അവളെന്തിയാണ്? അവള് ബംഗാളി ഗവർണറാണ്. അല്ല, വീട്ടില് കയ്യാല പണിക്ക് വന്ന ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി പോയതാ. ഭയങ്കര മിടുക്കാന്ന് പറയാനില്ലയോ? എന്റെ കൊച്ചിന് അന്തസ്സായിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടത്. ബംഗാളിയോട് ഒളിച്ചോടി പോയി മോള് ഒടുവിൽ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നിങ്ങളുടെ വാടാ ബംഗാളി പോയി മോളെ തിരക്കാരെന്ന് പറഞ്ഞു. ഞങ്ങൾ ബംഗാളി പോയി ഈ കൊച്ചിനെ കാണാഞ്ഞിട്ട് ഇയാൾ കരേണ്ടതിന് പകരം ഇയാൾ ട്രെയിനിൽ കയറിയിട്ട് ഇയാൾ ബിരിയാണി വേണം, ഇയാൾക്ക് വട വേണം, ഏത്തപ്പഴം വേണം, ഇതെല്ലാം തിന്നോട്ട് ഇയാൾ ബംഗാളി ചെന്ന് ആ പെണ്ണിന്റെ വീട് തപ്പിയെടുക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാമോ? ഒടുവിൽ കണ്ടുപിടിച്ചു. ആ കൊച്ചി തിരിച്ചു വരുവാന്ന് പറഞ്ഞു. നിങ്ങൾ സ്വീകരിക്കുമോ? തിരിച്ചു വന്നോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവനോട് പറയണം, അമ്മായിച്ചിനെ കയറി ബായി എന്ന് വിളിക്കാൻ നിൽക്കരുതെന്ന് പറയണം. എന്തോ ചെയ്യുന്നമ്മോ? പോണ്ട, എന്തെങ്കിലും മേടിക്കണ്ട. എല്ലാം അമ്മാവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മക്കളൊന്നും കൊണ്ടും പേടിക്കണ്ട. നീ എന്താ ഉണ്ടാക്കി? നീ എന്താ കൊണ്ടുവന്നേ? ഞാൻ എന്റെ കൊച്ചിനെ എന്തെങ്കിലും കൊടുത്താലോ? നിങ്ങൾ എന്റെ കൊച്ചിനെ എന്താ കൊണ്ടുവന്നേക്കുന്നത്? ഞാൻ
ഞാൻ കൊണ്ടുവന്നേക്കണ നീ ഞെട്ടും. എന്താ കൊണ്ടുവന്നേക്കുന്നത്? ആ ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ എടുത്തോണ്ടിരാം. കണ്ടോ ഇത്രയും നേരം നിങ്ങൾക്ക് പുച്ഛമല്ലായിരുന്നോ? ആ മനുഷ്യനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ അടുപ്പിക്കുമായിരുന്നോ? എന്റെ വീട്ടുകാരെ കണ്ടൂടാ, അമ്മാവനെ ഒട്ടും കണ്ടൂടാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തന്തായിട്ട് നിങ്ങൾ ഒരു സ്പൂണെങ്കിലും മേടിച്ചോ മനുഷ്യ. കണ്ടതോട് ഇരിക്കണ്ട. ഉടുപ്പ് മാറാനാണോ? പെട്ടെന്ന് മാറിട്ടോ, നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോയാൽ മതി. ഉടുപ്പ് മാറാനല്ല, പിന്നെ ഞാന് കൊണ്ടുവന്നു പറഞ്ഞപ്പോ നിങ്ങള് ഒരു വീട്ടിലേക്ക് പെരുമാറാനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കർ അടുത്ത ആഴ്ച, തവി ഇഷ്ടം പോലെ, ഒരു അടുക്കള നിറയും. കേട്ടോ, ഇതെന്താണ് അമ്മാവ ഇത് മേടിച്ചോണ്ട് വന്നത്? ഇതെന്തോടുക്കാനാ ഇത്? എനിക്ക് പറ്റിയ സൈസല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നിങ്ങൾ പറ. ഒരു കാര്യം ചെയ്യ്, അമ്മാവനും മോളും കൊണ്ടു ഒരുങ്ങ. പെണ്ണിന്റെ വീട്ടിൽ പോകാനാണോ? പെണ്ണിന്റെ വീട്ടിൽ പോകാനല്ല, നമ്മളെ പരിപ്പുറത്ത് പോയിട്ട് കഞ്ഞി കറി കളിക്കാൻ. വാടി വെച്ച് നമുക്ക് പോയി കഞ്ഞി കറി കളിക്കാം. എനിക്ക് പോണോ വീട്ടിൽ നിന്ന് പഠിച്ചാൽ നിന്നെ കീറും എടുത്തോണ്ട് പോ.